20-ാം നൂറ്റാണ്ട് മുതൽ എഴുതി തുടങ്ങി 21-ാം നൂറ്റാണ്ടിലും ഒരുപാട് ത്രില്ലിംഗ് ഡയറക്കുറിപ്പുകൾ എഴുതുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. നമസ്കാരം, ഐ ആം എസ്.എൻ. സ്വാമി, ദ മോസ്റ്റ് ത്രില്ലിംഗ് സ്ക്രിപ്റ്റ് റൈറ്റർ ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. ശരിയാണോ എന്ന് ഞാൻ പറയുന്നത്? ശരിയല്ലല്ലോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആളുകൾ. സാർ എന്താ സാറേ വിശേഷിപ്പിക്കുന്നത്? ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ ഞാനൊരു സ്റ്റുഡന്റ് ആണെന്ന്. എന്തൊക്കെ പഠിച്ചിട്ടില്ല? പഠിക്കാത്തത് എന്തൊക്കെയാണോ പുതുതായിട്ട് അതൊക്കെ പഠിക്കാത്ത വിഷയങ്ങൾ തന്നെയാണ്. സാറേക്കാളും കൂടുതൽ പുതിയ കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും, അത് അങ്ങനെ ആയിരിക്കണല്ലോ. ദാറ്റ് ഇസ് കോൾഡ് എവല്യൂഷൻ. ഒരു റൈറ്ററിന് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ കഴിവ് എന്താ? ഇമാജിനേഷൻ. റൈറ്റർ സ്ക്രിപ്റ്റ് റൈറ്റർ ആവുന്ന എവിടെ? റൈറ്റർ ആവുന്നത് ഇമാജിനേഷന്റെ വെലോസിറ്റി അനുസരിച്ച്. ഞാനും ഷാനും ഇട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ തമ്മിൽ ഒരു കണ്ടന്റ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാണ്. കമ്മ്യൂണിക്കേഷൻ ഹാസ് ഗോട്ട് ഡിഫറെന്റ് ഡയമെൻഷൻസ് ഇല്ലേ? വളരെ സീരിയസ് ആവാം, വളരെ പൊളൈറ്റ് ആവാം, വളരെ ഫ്രണ്ട്ലി ആവാം, വളരെ കാഷ്വൽ ആവാം. റൈറ്റ്. ഇന്ന് സിനിമ കാണുന്ന കൂടുതൽ പേരും ഇഷ്ടപ്പെടുന്നത് ഞാൻ അവസാനം പറഞ്ഞ ആ കാഷ്വാലിറ്റിയാണ്. ഫ്രണ്ട്സ് തമ്മിലോ അവരുടെ തമ്മിലോ സംസാരിക്കുന്ന ഭാഷയാണ് ഇന്ന് ജനങ്ങൾ സിനിമയിൽ ആഗ്രഹിക്കുന്നത്. മുമ്പ് ഇത്തിരി ഫിക്ഷൻ കയറുമായിരുന്നു ഭാഷയിൽ. ആ വ്യത്യാസം ക്ലിയർ ആണ്. യുവർ പിന്നെ എന്താ ജോണർ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ആളെ ത്രില്ലടിപ്പിക്കുക, ത്രസിപ്പിക്കുക, അതാണ് എസ്.എൻ. സ്വാമിയുടെ ഏറ്റവും വലിയ കഴിവ്. ത്രില്ലർ എന്ന് വെച്ചാൽ അങ്ങേക്ക് എന്താണ്? ത്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരമാണ്. കള്ളത്തരം, അതായത് ഇല്ലാത്തതുണ്ട് എന്ന് നമ്മൾ ജനങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ത്രസിപ്പിക്കുന്ന ആ ഒരു ഇതിനാണ് ത്രില്ല് എന്ന് പറയും. അപ്പൊ എസ്.എൻ. സ്വാമി ഒരു വലിയ കഥയെഴുത്തുകാരൻ നുണയന്മാരാ, അല്ലെങ്കിൽ ലേഖനമായി പോകും. ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾക്ക് ശരിക്കും ത്രില്ല് ഉണ്ടോ? ഒരു ചെറിയ പെർസെന്റേജ് ഒക്കെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. കാരണം ഇത് നമ്മളൊന്നും മനസ്സിലാക്കണം, ഇതെല്ലാം കണ്ട് തഴമ്പിച്ച് വന്നിരിക്കുന്ന ഒരു ജനറേഷന് അതിനപ്പുറമുള്ളൊരു ഇരയാണ് ആവശ്യം. അത് കൊടുക്കാൻ പറ്റുണ്ടോ? പറ്റാൻ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരുപാടൊന്നും എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയില്ല. ഇപ്പൊ കമലഹാസൻ കഴിഞ്ഞ സിനിമയെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം 100 കോടി രൂപ അതിൽ മുടക്കിയിട്ടുണ്ടെന്ന്. മലയാള സിനിമയുടെ എനിക്ക് കൊണ്ട് ഒരു വർഷത്തെ ബഡ്ജറ്റ് അത്രയായിരിക്കും. ഇന്ന് നമ്മൾ സിനിമ പഠിക്കാൻ പോവാണ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിക്കാൻ പോവാണ്, എസ്.എൻ. സ്വാമിയെ പഠിക്കാൻ പോവാണ്. ആൻഡ് ഇത് ക്ലബ് FM-ൽ സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ. ലോക്പാൽ എന്ന മൂവിയുടെ റൈറ്റർ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്, എസ്.എൻ. സ്വാമി. താങ്ക് യു. ലോക്പാൽ ത്രില്ല് അടുപ്പിക്കണ്ടോ? ലോക്പാൽ ത്രില്ല് ഞങ്ങൾ വിചാരിച്ച അത്രയും ത്രില്ല് അടുപ്പിച്ചില്ല. അങ്ങനെ ജെന്യുവനായിട്ട് പറയാം, ഒരല്പമൊക്കെ ത്രില്ലിന് കുറവുണ്ടെന്നാണ് അത് കണ്ട കാണികൾ എന്നോട് പറയുന്നത്. ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണ്. കുറ്റം ആരാ കേൾക്കുന്നത്? അപ്പൊ കുറ്റം ആര് കേട്ടാലും വിരോധമില്ല. എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ് കുറ്റം. സ്ക്രിപ്റ്റ് മോശമായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മോശമാണെന്നെങ്കിൽ ഇരിക്കും. അതാണ് നമ്മൾ പറയുന്നത്, ഓഡിയൻസ് ഈസ് എ മാസ്റ്റർ. കാരണം കാണികൾ നമ്മൾ കാണാത്തൊരു സാധനം പുതുതായിട്ട് കാണുമ്പോൾ അയാൾക്ക് തോന്നുന്ന ഒരു മിസ്റ്റേക്ക് നമ്മൾ അത് അത്രയും കാലം അതിന്റെ കൂടെ നിന്നാൽ നമ്മൾ കണ്ടുപിടിക്കണമെന്നില്ല. അങ്ങ് പറഞ്ഞ വേറൊരു ഇന്റർവ്യൂല് വായിച്ചാണ് മോഹൻലാലിന്റെ ഫാൻസിനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു ചിത്രമാണിത്. അങ്ങനെയുണ്ടോ? അങ്ങനെയാണ് ഞാൻ പ്രതി. പക്ഷെ അത് അത്ര തൃപ്തി ആയില്ല. ലോക്പാൽ ഫോളോ ഹിം നോട്ട് ഫോളോ ഹിസ് വേർഡ്സ്. അല്ല, ലോകപാലകന്മാർ വേണം ഇന്ത്യയിൽ. ലോകപാലകന്മാർ കുറച്ചെങ്കിലും വേണം, ഇന്ത്യയിൽ വേണം. പക്ഷേ നമ്മൾ പലതും സിനിമയിൽ കൂടെ പറയുന്ന അസാധ്യമായ നമ്മുടെ ആഗ്രഹങ്ങളാണ് അതിൽ പെടുത്തായതും. അപ്പൊ സാറുടെ ആഗ്രഹം എന്താണ്? അനീതി എവിടെ നടക്കുമ്പോൾ പ്രതികരിക്കുന്ന ഒരാൾ വേണം. അനീതിയെ പ്രതികരിക്കുക മാത്രമല്ല, അനീതിയുടെ റൂട്ട് കോസിനെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ലൈക്ക് വാട്ട്? അതായത് ഇപ്പൊ കറപ്ഷൻ നടക്കണം, അങ്ങനെയാണെങ്കിൽ സാറുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താ? റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ എന്താ? കറപ്ഷന്റെ കാരണം അറിയില്ല സാർ. 55,000 crores ബ്ലാക്ക് മണി സ്വിസ് ബാങ്കിൽ ഉണ്ട് എന്ന് പറയണു. അപ്പൊ അതായത് മനുഷ്യൻ അമിതമായിട്ട് അതിലൊരു സെക്യൂരിറ്റി കാണുന്നു പൈസയിൽ. കാരണം ആ പൈസ സ്വിസ് ബാങ്കിൽ കിടന്നാൽ ഇയാൾ തൊടൂല, എടുക്കൂല, ചിലവാക്കൂല, ഒന്നും ചെയ്യില്ല. പക്ഷെ അവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം അയാൾ അസാമാന്യമായ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഒപ്പം ഒരു ഭയം ഉണ്ടാക്കുന്നു. ശരിയാ. നാളെ അത് കണ്ടുപിടിക്കപ്പെടുമോ, താൻ കുറ്റവാളിയാകുമോ എന്നൊരു ഭയം ഇല്ലാതില്ല. സോ എന്താ വേണ്ടത്? അപ്പൊ വേണ്ടത് വെച്ചാൽ അവരിൽ ഒരു റിനൈസൻസ് ഉണ്ടാവണം, അവരിൽ റിഫർമേഷൻ അവരുടെ ഉള്ളിൽ ഉണ്ടാവണം. സോ വാട്ട്സ് യുവർ ടേക്ക് ഓൺ കറപ്ഷൻ? അങ്ങനെയാണെങ്കിൽ കറപ്ഷൻ ഈസ് എ വെരി ഡെവിലിഷ് ഈവിൽ. നമ്മൾ രണ്ട് തെറ്റാണ് അതിനകത്ത് ചെയ്തത്. ഒന്ന്, നമ്മൾ അവിഹിതമായ പൈസ സമ്പാദിക്കുന്നതിനൊപ്പം ഒരു യോഗ്യനെ ഉള്ള ചാൻസ് നമ്മൾ ഇല്ലാതാക്കുക. വൻകിട ക്രൈമൊക്കെ ഡീൽ ചെയ്യാൻ ഡയറക്റ്റായിട്ട് പബ്ലിക്കിന് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ബോഡിയാണ് ലോക്പാലിനൊക്കെയാണ് നമ്മൾ വായിച്ചപ്പോൾ. കാരണം അത് ഇതുവരെ ബില്ലായിട്ടില്ല. കാരണം കഴിഞ്ഞ 19 വർഷമായിട്ട് ആ ബില്ലിന് വേണ്ടി എല്ലാ ഗവൺമെന്റും പറയാറുണ്ട്, ഫൈറ്റ് ചെയ്യാറുണ്ട്, നടക്കാറുമില്ല. ആ ബില്ലിന് വേണ്ടിയാണ് ഇനി കുറച്ചു നേരം ഞങ്ങൾ സംസാരിക്കാൻ പോണേ. എന്റെ കൂടെ ഉണ്ട് ലോക്പാൽ റൈറ്റർ എസ്.എൻ. സ്വാമി ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. ടൺ കണക്കിന് മ്യൂസിക് ആൻഡ് ടൺ കണക്കിന് ഫൺ. ഇക്കഴിഞ്ഞ ആഴ്ച ഇന്ത്യ സംസാരിച്ച ഒരു വലിയ വാക്കാണ് ലോക്പാൽ. എന്റെ കൂടെ സ്ക്രിപ്റ്റ് റൈറ്റർ എസ്.എൻ. സ്വാമി ഉണ്ട്.
What's your take on ലോക്പാൽ ബിൽ? ലോക്പാൽ ബിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതുവരെ അതിനെക്കുറിച്ച് ഒരു ഔട്ടർ ഫ്രെയിം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്താ സാധനം കരട് എന്താണെന്ന് നമുക്കറിയില്ല. അത് ആരും പറഞ്ഞിട്ടില്ല. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഹസാരെയും സംഘവും എല്ലാം അതിനെതിരെ ഫൈറ്റ് ചെയ്ത് പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും വരെ ആ ബില്ലിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണം എന്ന് അവർ പറഞ്ഞു, എന്ന് അവർ ആഗ്രഹിക്കുന്നു, അവർ ആവശ്യപ്പെടുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ക്യാബിനറ്റ് അതിന് കാരണം എനിക്ക് തോന്നുന്നു ഇതൊക്കെ അവരെ നാളെ ബാധിക്കും എന്ന ഭയം കൊണ്ടാണോ അതോ ഇനി ഇത് അതിനേക്കാളും വലിയ കറപ്റ്റഡ് ബോഡി ആവും ഈ ലോക്പാൽ എന്നുള്ള ഭയം കൊണ്ടാണോ? പക്ഷെ എന്തോ അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഉത്തരമാണ് പല സ്ഥലത്തും കിട്ടുന്നത്. ഈ വിന്റർ സീസണിൽ പാസ്സാകുന്നതല്ലേ സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നത് ലോക്പാൽ ബിൽ. അതെ. സോ ലോക്പാലിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താ സർ? ലോക്പാൽ ബില്ലിന്റെ അതൊരു സൈക്കോളജിക്കൽ ക്വസ്റ്റ്യനാണ്. കാരണം ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലോക്പാൽ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഈ ആരാണോ ആ സ്ഥാനത്തിരിക്കുന്നത് അതൊരു ബോഡിയാണ്, ഒരാളല്ലല്ലോ. ഇറ്റ് ഇസ് എ ബോഡി. അപ്പൊ അതിനകത്ത് എത്രയൊക്കെ ആയാലും ആ ഒരു കറതീർന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് മാത്രമേ അത് ഭംഗിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ചെറിയ ഹിച്ചസ് വരും. ഇത് ക്ലബ് FM സ്റ്റാർജ ടൺ കണക്കിന് ഫാൻ. ലോക്പാൽ എന്ന മൂവിയുടെ റൈറ്റർ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. നമസ്കാരം, ഐ ആം SN സ്വാമി. അണ്ണാ ഹസാരെ ഈ പേര് നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കേൾക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ആസ് എൻ ഇന്ത്യൻ ഇതൊരു പ്രതിഭാസമാണ്, ഒരു പ്രഹസനമാണ്. അതായത് ചില സമയത്തുള്ള സ്റ്റേറ്റ്മെന്റും അങ്ങേരുടെ ആക്ടിവിറ്റിയും കാണുമ്പോൾ ഇത് ഒരു പ്രയോജനമില്ലാത്ത ഒരു കാര്യമാണോ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്രയും വലിയൊരു വിഷയമൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടാവണ്ടേ? ഇല്ലാന്ന് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ തോന്നും. ചില സമയത്ത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ടത് കൊച്ചു പിള്ളേർ ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. എപ്പോ പെട്ടെന്ന് രാവിലെ എന്നിട്ട് ഞാൻ എപ്പോൾ പട്ടിണി ഇരിക്കും, വൈകുന്നേരമായ നാരങ്ങ വെള്ളം കുടിക്കും. അതെല്ലാം കാണുമ്പോൾ നമുക്കൊരു ചൈൽഡിഷ് ആയിട്ട് തോന്നാറുണ്ട്. സങ്കടം എന്താന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു. അതെ. ഇപ്പൊ അവര് തന്നെ ഭിന്നിച്ച് പലതുമായി, പുതിയ പുതിയ പാർട്ടികളായി. അവർ തന്നെ സ്വന്തം രാഷ്ട്രീയ പാർട്ടി തുടങ്ങി, അവർ തന്നെ വേറെ ഭിന്നിച്ചു, അതിൽ അധികാര വടംവലി നടന്നു. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ്? ഈ ഒരു കറതീർന്ന ആറ്റിറ്റ്യൂഡായ ഒരാൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് ഇവർ തന്നെ ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ എത്തിച്ചേരുമ്പോൾ ഇതിന്റെ ഒരു ഗതി എന്തായിരിക്കും എന്നതിനെ കുറിച്ച് എനിക്ക് വളരെ ആശങ്കയുണ്ട്. എല്ലാവരും പറയുന്നു ഗാന്ധിയനാണ് അദ്ദേഹം, ചിലർ പറയുന്നു ഗാന്ധിയോട് അങ്ങനെ ബഹുമാനമൊന്നുമില്ല. ഇല്ല, ഇല്ല. യു ആർ നോട്ട് എ ഗാന്ധിയൻ? നോ നെവർ. ഗാന്ധിയുടെ ചില തത്വങ്ങൾ എനിക്ക് ഇഷ്ടമാണ്, ചില തത്വങ്ങൾ ഇഷ്ടമല്ല. സർ ഗാന്ധിജിയുടെ ചില ഐഡിയൽസ് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ഒന്ന് അങ്ങയുടെ വിനയം, മിതത്വം, ആ ഒരു ലാളിത്യം, പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ലക്ഷ്യം നേടാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ജാഗ്രത, അതിലേക്ക് എത്തിച്ചേരാനുള്ള ആവേശം, ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. അദ്ദേഹത്തിനുള്ള താല്പര്യമില്ലായ്മ ഞാൻ പറഞ്ഞു. That's SN Swami, our very own script writer on Club FM Star Jam. Ton കണക്കിന് fun.